ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റായിരുന്നു. എന്നിട്ട് നേരെ ആദ്യം ചെയ്യുന്നത് തിരികത്തിച്ചൊന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അടുക്കള കയറി. പിന്നെ 6 വരെ അടുക്കളയിൽ തന്നെയാണ്. ക്യാമറയിലോട്ടൊന്നും നോക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല, നന്നായിട്ട് ഉറക്കപ്പിച്ച് നിൽക്കുവാണ്. എനിക്ക് മടിയാണ് സത്യം പറഞ്ഞ ഈ സമയത്തൊക്കെ എഴുന്നേക്കാൻ. പിന്നെ നമുക്ക് എഴുന്നേക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യങ്ങളൊക്കെ അറിയാകുമ്പോൾ തീർക്കണമെന്നുള്ള ടാർഗറ്റോടുകൂടി നിൽക്കുവാണ്. അപ്പൊ ഇന്ന് രാവിലെ മൈദയുടെ ദോശയും പരിപ്പ് കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും മീൻകറിയും ബീട്രൂട്ട് തോരനൊക്കെ ആയിരുന്നെന്നല്ല, അതൊക്കെ വെക്കാന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് തലേദിവസം കിടന്നുറങ്ങിയത്. അതേ മീനൊക്കെ നമ്മളെടുത്ത് രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്റെ അപ്പ തന്നെ കൊണ്ടുവന്നതാണ് ചെമ്മീനും മത്തിയൊക്കെ. അപ്പൊ അത് അമ്മ കറി വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ഒരു 6:30 കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ അടുക്കള ജോലിയെല്ലാം പൂർത്തിയായി. പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം അപ്പായിക്കൊന്നും മൈദയുടെ ദോശ ഇഷ്ടമല്ല. പിന്നെ കടലക്കറി, ഇതേ മൈദയുടെ ദോശ, പിന്നെ ചോറും മീൻകറി തേങ്ങ അരച്ചാണ് വെച്ചത്. പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ച്, പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അടുക്കള കയറി ഈ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഇപ്പൊ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായും കൂടെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഇന്ന് കാപ്പി കുടിക്കലും വർത്താനം പറയലൊക്കെയാണ്. ഇനി രണ്ടുപേരും കാണുന്നത് ഒരു വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേക്കായിരിക്കും. ചേട്ടായിക്ക് 7:30 ആകുമ്പോഴാണ് ജോലിക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ആദ്യം ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പായും അമ്മയും എല്ലാവരും കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം കാണാൻ പറ്റത്തുള്ളൂ. ഭാഗ്യത്തിന് ചേട്ടായി പോകാൻ ഇറങ്ങിയ ടൈമിൽ മഴയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാള് റോഡിലോട്ട് നോക്കി പുറത്തേക്ക് ഓടണോ വേണ്ടിയോ എന്നറിയാതെ സിറ്റ് ഔട്ടിൽ അങ്ങനെ കിടപ്പുണ്ട്. അവന്റെ തൊടൽ അഴിച്ചു വിട്ടതുകൊണ്ടാണ് ഈ സിറ്റ് ഔട്ടിൽ വന്ന് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേലെ എഴുതാനായിട്ട് പോയി. അങ്ങനെ മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇവളെന്തായി ഡ്രസ്സ് മാറാനെന്ന് ആരും ചിന്തിക്കരുത്. ഞാനിത് ഇന്നലെ രാത്രി എടുത്തിട്ട് ഉടുപ്പായിരുന്നു. ഏപ്രിലും കെട്ടി ജോലി ചെയ്തത് കാരണം ഉടുപ്പിൽ അഴുക്കൊന്നും ആയിട്ടില്ല. അത് കാരണമാണ് ഞാൻ മാറാഞ്ഞത്. പിന്നെ ഇനി ഈ കാണുന്നത് എനിക്ക് ഓഫീസിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. എനിക്ക് ബസ് 8:30 കഴിയുമ്പോഴത്തേക്കാണ്. പിന്നെ ഈ കോസ്റ്റ്യൂമിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ആ വീഡിയോക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളത് കൊണ്ട് അത് ഞാൻ ഡിലീറ്റ് ആക്കി കളയേണ്ട അവസ്ഥ വന്നു. ഇനി ഞാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട ബസ് സ്റ്റോപ്പിലേക്ക്, തൊട്ടടുത്തായിട്ടാണ്. എനിക്കാണെങ്കിൽ ഈ സ്റ്റിക്കൊക്കെ പിടിച്ച് റോഡിൽ കൂടെയൊക്കെ വീഡിയോ എടുത്തു പോകാനായിട്ട് ഇച്ചിരി ചമ്മലുള്ള കൂട്ടത്തിൽപ്പെട്ടാണ്. അപ്പൊ ആരും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്റ്റിക്കൊക്കെ പൊക്കി പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് നമുക്ക് ഓഫീസിലേക്ക് നടക്കാനുണ്ട്. നടന്ന് കുറച്ചായപ്പോ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ ഇച്ചിരി കുറഞ്ഞിട്ട് നടക്കാന്നോർത്ത് ഞാനൊരു വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്ന്. പക്ഷെ ഒരു 10-20 മിനിറ്റ് നിന്നിട്ട് മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, ഞാനങ്ങ് നടന്ന് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഉടുപ്പിന്റെ അടിവശമൊക്കെ നന്നായിട്ട് നനഞ്ഞ ഒരു പരുവമായി. അങ്ങനെ ഒരു 9:00 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിലെത്തി. 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ പരിപാടി കുപ്പിയിൽ വെള്ളം നിറച്ചെടുത്തുകൊണ്ട് വരികയെന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ക്യാനിൽ ഒരു സൈഡിലായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ കൂടെയുള്ള ആദര ചേച്ചി എനിക്ക് 2-3 മിഠായി തന്നു. ഞാനിത് എടുത്തു വെക്കാൻ കാര്യം എനിക്ക് ഈ മിഠായിക്കാട്ടി ഇഷ്ടപ്പെട്ടത് എന്റെ കവറാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് അങ്ങനെ പണിയെടുക്കലും വർത്താനം പറയലും എല്ലാം അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചായയുടെ കൂട്ടത്തിൽ നിന്ന് നെയ്യപ്പമായിരുന്നു. എനിക്ക് കൂടുതലും ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ താഴത്തൊരു ഇക്ക ചായക്കട നടത്തുന്നുണ്ട്. ആ ഇക്കയുടെ കടയിലെ എല്ലാ ഐറ്റംസും, അതായത് ഈ പരിപ്പുവട, ഉഴുന്നുവട, നെയ്യപ്പം, എല്ലാ ഐറ്റംസും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഓഫീസിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ചായയുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പൊടി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് പുറത്ത് പിന്നെയും നല്ല മഴയായിട്ടുണ്ടായിരുന്നു. ഇന്നൊരു മഴ ദിവസം തന്നെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഉച്ചയ്ക്കൊരു 1 തൊട്ട് 2 വരെയാണ് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കിന്റെ ടൈം. ആ ടൈമിൽ ഞങ്ങൾ ഇപ്പുറത്തെ ഒരു ക്ലാസ് റൂമിൽ വന്നിരിക്കും. എന്നിട്ട് എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു മിറർ റൂം ഉണ്ട്. അവിടെ വന്ന് നിന്ന് മുടിയൊക്കെ കെട്ടി ഇങ്ങനെ കുറെ കോപ്രാന്തോ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം പോയതാണ്. ഞാൻ ക്യാമറ ഓണാക്കുന്ന കാണുമ്പോഴേ പലരും പല വഴിക്ക് ഓടും. എന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെയും പണിയൊക്കെ എടുത്ത് നമ്മൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി ബേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലേക്കാണ്.
വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോയ പാത്രം കഴുകി വെക്കുക, രണ്ടാമത് ചായ ഇടുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിക്ക് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ഞങ്ങൾ മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ചിലവരൊക്കെ ചോദിക്കും ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അവർ സപ്പോർട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ നമ്മൾ എടുക്കുന്ന ടൈമിൽ അവരെ കൂടുതലും കിട്ടാറില്ല വീഡിയോയ്ക്ക് മുമ്പിൽ, അതുകൊണ്ടാണ്. അങ്ങനെ ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും സിറ്റൗട്ടിൽ വന്നിരുന്നു ഇന്നത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് തുമ്പോളി മാതാവിന്റെ കുരിശടി വരെ പോയിട്ടുണ്ടായിരുന്നു. നേർച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ മാതാവിന് മെഴുകുതിരി കത്തിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് മാതാവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ അച്ചിങ്ങ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തേക്കുള്ളതാണ്. പിന്നെ TV കാണുമായിരുന്നു എല്ലാവരും കൂടി ഇരുന്നിട്ട്. പിന്നെ ഞങ്ങളതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. സ്പെഷ്യലായിട്ട് മീൻ വറുത്തയാണുള്ളത്. ബാക്കി നമ്മൾ രാവിലെ വെച്ച കറികളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ജോലി തിരക്കും ബഹളങ്ങളും അരിയലും പെറുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഞാൻ പോയി മേലൊക്കെ കൈയിട്ട് വന്നു. ചേട്ടയുടെ ബനിയനാണ് ഞാനെടുത്ത് ഇട്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ ലോഹ പോലത്തെ ബനിയനായതുകൊണ്ട് എനിക്ക് ഇടാൻ നല്ല സുഖമാണ്. ചേട്ടാ ഇന്നത്തെ മഴയുടെ തണുപ്പ് കാരണം ബ്ലാങ്കറ്റ് ഒക്കെ പൊതിച്ച് ഇവിടെ കിടപ്പുണ്ട്. തണുപ്പൊക്കെ സഹിക്കുന്ന ആളാണ്. ഇന്ന് ഇച്ചിരി തണുപ്പ് കൂടുതലായത് കാരണം ബ്ലാങ്കറ്റും എടുത്ത് കിടന്നു. അപ്പൊ ഇനി ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഒരു കൊച്ചു ദിവസം അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ.